ഭക്ഷണത്തിന് മുമ്പൊക്കെ എപ്പോഴും ചൊല്ലാൻ ശ്രമിക്കണം എന്നുകൂടിയാണ് നമ്മെ ഇന്നത്തെ ഖുതുബ പഠിപ്പിക്കുന്നത്. അല്ലാഹുവേ ഇശ്റഹ് ലി സ്വദ്രി, എന്റെ നെഞ്ചകത്തെ, എന്റെ ഖൽബിനെ, എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കണമേ. വയസ്സിർ ലീ അംരി, എന്റെ എല്ലാ കാര്യങ്ങളിലും നീ അല്ലാഹുവേ നീ എളുപ്പമാക്കണമേ. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എന്റെ നാവിൽ നിന്നുള്ള പ്രയാസം, കുരുക്ക് നീ അഴിച്ചു മാറ്റണമേ. അങ്ങനെ എന്റെ നാവിൽ നിന്നുള്ള കുരുക്ക് നീ അഴിച്ചു മാറ്റുമ്പോൾ യഫ്ഖഹു ഖൗലി, അപ്പൊ എന്റെ വാചകം, എന്റെ സംസാരം അവർക്ക് ഗ്രഹിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. അന്നിലയിൽ എന്റെ സംസാരം തിരിയുന്ന നിലയിൽ ആക്കണമേ എന്ന് മഹാനാകുന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥന നമ്മളും ഉരുവിടാൻ ശ്രമിക്കണം എന്നാണ് വിദ്യാർത്ഥികളോട് ഉപദേശിക്കാനുള്ളത്. മാത്രമല്ല, എന്തെങ്കിലും ഒരു ചോദ്യം പ്രയാസകരമായിട്ട് പരീക്ഷകളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാണ്, എന്തെങ്കിലും പരീക്ഷകളിൽ ഒരു പ്രയാസമുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ, അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ലാ റബ്ബി ശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉരുവിട്ടിരുന്നു. ആ പ്രാർത്ഥന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഉരുവിടണം എന്ന് വിദ്യാർത്ഥിനികളെ ഉപദേശിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ലാ, അല്ലാഹുവേ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല, നീ എളുപ്പമാക്കിയതല്ലാതെ ഒരു എളുപ്പമേ ഇല്ല. നീ എളുപ്പമാക്കിയതേതോ അതല്ലാതെ ഒരു എളുപ്പമേ ഇല്ല. നീ പ്രയാസമാക്കിയത് ഒരിക്കലും ഞങ്ങൾക്ക് എളുപ്പമാക്കാൻ സാധ്യമല്ല എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഉന്നതങ്ങള്, നമ്മുടെ മക്കൾ പിന്നീട് ശ്രദ്ധിക്കേണ്ടെന്ന ഒരു കാര്യം, നമ്മുടെ വിദ്യാർത്ഥിനികൾ അവരോട് ഖുതുബ ഉപദേശിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങളുടെ പഠിക്കുന്ന വിദ്യാഭ്യാസത്തോട് ബഹുമാനമുണ്ടാവണം. തഖ്ദീരി മക്കാനത്തിൽ കിതാബ്, നിങ്ങളുടെ കിതാബുകൾ, നിങ്ങളുടെ പുസ്തകങ്ങൾ, നിങ്ങളുടെ ബുക്സുകൾ നല്ല സ്ഥലത്ത് വെക്കുക. അതെവിടെങ്കിലും നിങ്ങൾ അലസമായിട്ട് ഇടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അത് നശിപ്പിക്കരുത്, അതിനെ നിസ്സാരമാക്കരുത്. ഇതെല്ലാം വിദ്യാഭ്യാസം നുകരുന്ന വിദ്യാർത്ഥിനികൾക്ക് അത്യാവശ്യമാണ്. മാത്രമല്ല, നല്ല സ്ഥലങ്ങൾ അതിന് വെക്കണം എന്ന് ഉപദേശിക്കാൻ കൂടിയുള്ള ഒരു കാരണം, നിങ്ങളുടെ എല്ലാ കിതാബുകളിലും അള്ളാഹുവിന്റെ നാമങ്ങൾ ഉണ്ടാകും. അതിനെ നിങ്ങൾ ബഹുമാനിക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, ذَلِكَ وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഹൃദയങ്ങളുടെ ഭക്തികളിൽ പെട്ടതാണത്രേ. ഹൃദയഭക്തി ഉള്ളവനെ അങ്ങനെ ചെയ്യാൻ കഴിയൂ എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ, അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങളുള്ള ഏടുകൾ അലസമായിട്ട് ഇടുന്ന ഒരു വിദ്യാർത്ഥികളുടെ ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഫത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കുക. വഅലമു അന്നലിൽ ഇംതിഹാനാതി, പിന്നെ പ്രത്യേകമായിട്ട് ഈ വിദ്യാർത്ഥികളുടെ മനസ്സിൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഭീതി ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഖുതുബ ഒരു നിർദ്ദേശം മുഅല്ലിംകളോട്, അവരുടെ അധ്യാപികമാരോട് വെക്കുന്നുണ്ട്. നിങ്ങളുടെ അടുക്കൽ വരുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ വരുന്ന കുഞ്ഞുങ്ങളോട് നിങ്ങൾ അവർക്ക് പ്രതീക്ഷയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ അവരുടെ ഭയപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾ അവർക്ക് പ്രതീക്ഷ കൊടുക്കണം. പ്രയാസങ്ങളിൽ അവരുടെ ഭയങ്ങളിൽ നിന്ന് മാറ്റി നല്ല ശുദ്ധമായിരിക്കുന്ന സന്തോഷകരമായിരിക്കുന്ന കലിമത്ത് അവരെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ നല്ല നിർദ്ദേശങ്ങൾ നൽകി നിങ്ങൾ അവരെ വളർത്തണം. അപ്പോൾ അവരുടെ ഭീതിയില്ലാതെ നല്ല സന്തോഷകരമായിട്ട് പരീക്ഷകളിൽ സംബന്ധിക്കാൻ അവർക്ക് കഴിയും. അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല പറയുന്നുണ്ട്, വഖൂലൂ ലിന്നാസി ഹുസ്നാ,
നിങ്ങൾ ജനങ്ങൾക്ക് നന്മയെ പറഞ്ഞു കൊടുക്കുക. എപ്പോഴും ഭീതി ഉളവാക്കിയിട്ടുള്ള ഒരു സംസാരം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതെ എപ്പോഴും സന്തോഷമുള്ള കെലിമത്തുകളും നിർദ്ദേശങ്ങളുമാണ് നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ UAE ഖുതുബയിൽ പരാമർശിക്കുന്നത്. നമ്മുടെ മക്കളെ നല്ല നിലയിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ദൈവഭക്തിയോടുകൂടി ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു മക്കളാക്കി വളരാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا وشفيعنا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وحبيبنا محمد مصطفى صلى الله عليه وسلم. اللهم ثم إلى حضرة سائر أولياء الله تعالى من مشارق الأرض إلى مغاربها أينما كانوا ذكرا كان أنثى صغيرا كان كبيرا كلهم أجمعين. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا للقيام والصيام وتلاوة القرآن. അല്ലാഹുവേ ഞങ്ങൾ ഈ പറഞ്ഞതിനെ കേട്ടതിനെ എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറുകളിലേക്ക് ഇതിന്റെ ഒരു പ്രതിഫലങ്ങളെ നീ എത്തിക്കണേ തമ്പുരാനെ. ഇന്ന് ഖുതുബയിൽ സൂചിപ്പിക്കപ്പെട്ട ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, പ്രയോജനീഭവിക്കുന്ന വിജ്ഞാനം, നിങ്ങൾക്ക് നാളെ മരണപ്പെട്ടാലും ഉപകരിക്കും എന്ന് പറഞ്ഞ വിജ്ഞാനത്തിൽ ഞങ്ങൾ ഇത് നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ, നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഒരുപാട് പ്രയാസങ്ങളുള്ളവര്, കടങ്ങളെ കൊണ്ട് വരഞ്ഞവര്, മറ്റുള്ള പ്രയാസങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെല്ലാവരുമുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ തട്ടിമാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായിരിക്കുന്ന, നിഷ്കളങ്കരായിരിക്കുന്ന, നിസ്വാർത്ഥരായിരിക്കുന്ന പണ്ഡിതന്മാർ, അവർക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകണേ തമ്പുരാനെ. അവരിൽ പലരും അല്ലാഹുവേ അസുഖം ബാധിച്ചവരാണ്. അവർക്ക് എല്ലാവരുടെയും അസുഖങ്ങൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. ഒരുപാട് കാലം ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ അവർക്ക് നീ സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ക്ലാസ് റൂമിനെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂം SKSF-നെ എന്നും നീ നിലനിർത്തണേ തമ്പുരാനെ. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു വിഭാഗത്തിൽ ഞങ്ങളുടെ സന്താനങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, സന്താനങ്ങൾ മനസ്സിന്റെ കുളിർമയാണ് എന്ന് ഖുതുബയിൽ പറയുകയുണ്ടായി. പ്രതീക്ഷകളാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷകളാണ് ഞങ്ങളുടെ മക്കൾ. അന്ത്യയിൽ പ്രതീക്ഷകൾക്ക് വക നൽകി ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നാളെ ഞങ്ങളുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു ഞങ്ങളുടെ സന്തതികളെ നീ വളർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും നാട്ടിൽ പോവുകയാണ്. റഫ്സൽ എഴുതിയിട്ടുണ്ട്, ഇല്ല